ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീംസ് ലവേഴ്സ്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബീട്രൂട്ട് മെഴുക്ക് വരട്ടിയാണ്. അതിന് വേണ്ടത് ബീട്രൂട്ട് വേണം, നാളികേരം, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി, ചെറിയ ഉള്ളി. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊന്ന് ക്രഷ് ചെയ്യണം. മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്യണം കേട്ടോ. നന്നായി അരയ്ക്കാൻ പാടില്ല, അപ്പം അതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. ബീട്രൂട്ട് നമ്മൾ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് കുത്തി അരിഞ്ഞിട്ട് പിന്നെ അത് കഴുകിയെടുക്കണം കേട്ടോ. 2 പ്രാവശ്യം കഴുകിയെടുക്കണം. ചിലവർ കഴുകാറില്ല. എനിക്ക് എൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് 2 പ്രാവശ്യം കഴുകിയെടുത്തു. എന്നിട്ട് മിക്സിയുടെ ജാറിലെടുത്തിട്ട് പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ക്രഷ് ചെയ്തെടുത്തു. ഇതുപോലെ ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. എന്നിട്ട് ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നാടൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യണം. കടുക് നല്ല പൊട്ടി വരുമ്പോൾ നമ്മൾ നാടൻ കറിവേപ്പില യൂസ് ചെയ്യുക. കുറച്ചും കൂടി നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണത്. എന്നിട്ട് ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ക്രഷ് ചെയ്ത് നാളികേരം, പച്ചമുളക്, വെളുത്തുള്ളിയുടെ ഇത് ഇട്ടെടുക്കണം. പാകത്തിന് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും പച്ചക്കറി എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നതാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക കേട്ടോ. ഒന്ന് യോജിപ്പിച്ചിട്ട് അത് കൂട്ടി വെക്കണം. എല്ലാം കൂടി യോജിപ്പിച്ച് കൂട്ടി വെച്ചിട്ട് അടച്ച് വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ 10-15 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ട് മൂടിയെടുത്ത് നോക്കുക. അപ്പം നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി തയ്യാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. ഇത് നല്ലോണം വെള്ളം വലിയുന്ന വരെ നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ചിലവർക്ക് കുറച്ച് വെള്ളമുള്ളത് നല്ല ഇഷ്ടമായിരിക്കും. എനിക്കിവിടെ നല്ല വെള്ളം വലിഞ്ഞ് കിട്ടണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും വീഡിയോ കാണണേ.